മുഖത്തല അമ്പലത്തിലെ ഘോഷയാത്ര ഇതുവഴി വരുന്നതെന്നും പറഞ്ഞ് അമ്മ പോയി കണ്ടിട്ട് ഞങ്ങളെ ഓടി വന്ന് വിളിച്ചേട്ടോ, ആനയൊക്കെ വരുന്നുണ്ട് കാണാൻ വരാൻ പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ തപ്പി അവിടെ ചെന്നപ്പോഴത്തേക്ക് അത് അതിൻ്റെ പാട്ടിന് പോയി. ഞാൻ ശാലുവും കണ്ടില്ല കേട്ടോ. സംഗിയാണെങ്കിൽ വരുന്നോന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇല്ല നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങളെക്കാട്ടി മുന്നേ അവൾ ഓടി. പക്ഷെ അവൾ കണ്ടു, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം പിന്നെ ഇതാ നമുക്ക് നല്ല ജോലിയുണ്ട്. അപ്പോൾ ശാലും സംഗിയും കൂടെ നാളെ പോകാതിരിക്കുകയാണ്. 2 സമയമാണെന്നേ ഉള്ളൂ. രണ്ടുപേരും രണ്ടിടത്തോട്ട് പോകുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ശാലു ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം വാരി കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നല്ല വെയിറ്റ് ഉണ്ട്. സംഗി എടുത്ത് നോക്കുകയാണെങ്കിൽ നിനക്ക് നല്ല വെയിറ്റ് ഉണ്ട്, നിനക്ക് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. ഇനി അതിനകത്ത് ആവശ്യമില്ലാത്തതും വേണ്ടുന്നതും എല്ലാം മാറ്റി മാറ്റി വെച്ചിട്ട് വേണം ഇനി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സംഗി ആരാന്ന് കുറേ പേര് ചോദിച്ചു കേട്ടോ. സംഗി എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ്, അതായത് എൻ്റെ നേരെ ഇളയത് സംഗിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ശാലു. ഞങ്ങൾ 3 പേരാണ് കേട്ടോ. നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. സംഗി നേരത്തെയുള്ള വീഡിയോസിനകത്തെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോൾ 4-5 മാസമായിട്ടാണ് അവൾ ഇവിടെ ഇപ്പോൾ ഇല്ലാത്തത്. ബാംഗ്ലൂർ പോയിട്ട് അവൾ ഇപ്പം നമ്മുടെ ചടങ്ങിന് വേണ്ടിയിട്ടാണ് ലീവിന് വന്നത്. അതിന് മുന്നേ ഒന്നും ലീവിന് വരാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. പിന്നെ ശാലു മിക്കപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും വീഡിയോസിനകത്തൊക്കെ. അവൾ ഇടയ്ക്കിടയ്ക്ക് വരും. ഇനിയിപ്പോൾ അവളും ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. പോയി കഴിഞ്ഞാൽ ഇനി എന്ന് വരും എന്നൊന്നും നമുക്കറിയില്ല. ലീവൊന്നും അധികം ഇല്ല എന്നൊക്കെയാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇതാ തുണികളൊക്കെ ആവശ്യം ഉള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഇവളെല്ലാം കൂടെ വാരിക്കേറ്റ് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി വെച്ചേക്കുന്ന കാരണം എല്ലാം ചുളുങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ ചെയ്തു, അത് കഴിഞ്ഞ് സംഗി ചെയ്തു, അത് കഴിഞ്ഞ് ശാലു ചെയ്തു. ഞങ്ങൾ 3 പേര് മാറി മാറി ഇന്ന് അയൺ ചെയ്ത് എല്ലാം മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പാട്ടിട്ട് ഭയങ്കര തകർത്ത് കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഈ ഒരു എന്താ പറയുക, പിള്ളേർ സെറ്റ് എല്ലാം കൂടെ കൂടുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മുടെ കൂടപ്പിറപ്പുകളെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഒരു വേറൊരു വൈബാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അടുത്ത് അമ്മയും അമ്മമാരും ഒക്കെ കൂടും കേട്ടോ. ഞങ്ങൾ ഓരോന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് പിന്നെ അമ്മ പോയി മാങ്ങയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നു കേട്ടോ. നല്ല മാങ്ങയാണ്, അധികം പുളിപ്പൊന്നും ഇല്ല, എന്നാൽ അധികം മധുരവും ഇല്ലാത്തൊരു ടൈപ്പ് മാങ്ങ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ അമ്മ എല്ലാവർക്കും വായിൽ കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. സംഗിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർക്ക് ഇങ്ങനെ വായി കൊണ്ടുവച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നേ. പിന്നെ ഞാൻ അവിടെ നിന്ന് കുത്തിയിരുന്ന് കുറച്ചൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അധികം ഞാൻ കുനിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പോയി ഇരുന്നില്ല. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ ഭയങ്കര പാടാണ്. തറയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വയറും വെച്ചിട്ട് ഞാൻ പിന്നെ എഴുന്നേക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ കസേരയിട്ട് ആ ഒരു മൂലയ്ക്ക് ഇരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ശാലു ആണെങ്കിൽ കിളി പോയൊരവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. പാക്കിങ്, ഒരു ബാഗിൻ്റെ പാക്കിങ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവൾക്കടുത്തൊന്ന് എടുത്ത് നോക്കാൻ പറഞ്ഞു. എടുത്ത് നോക്കിയിട്ട് പൊങ്ങുന്നേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം വരുമായിരുന്നേ. ഇവളെങ്ങനെ ഇത് കൊണ്ട് അവിടെ വരെ പോകുമെന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ടേ കഷ്ടമായി. ഞങ്ങൾ ആദ്യം കളിയാക്കിയെങ്കിലും ഉള്ളിനുള്ളിൽ നമുക്കൊരു സങ്കടമാണല്ലോ. കാരണം ഇവൾ എത്ര വലുതായാലും ഞങ്ങളുടെ ഉള്ളിലാണെങ്കിൽ ഇവൾ ഇപ്പോഴും കുഞ്ഞായിട്ട് തന്നെ ആട്ടോ. കാരണം ഞങ്ങളുടെ ഒരു കുഞ്ഞ് അനിയത്തി എന്ന് പറയാൻ പറ്റത്തില്ല, കുഞ്ഞൊരു മോളെന്നുള്ള രീതിയിലാണ് അവളെ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അവൾ ഇനി പോയി കഴിയുമ്പോൾ എങ്ങനെ ഏതാണെന്നൊന്നും അറിയത്തില്ല. കാരണം അവളാണെങ്കിൽ ഇവിടുന്ന് മാറി നിന്നിട്ടേ ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മളെ വിട്ടിട്ട് അല്ലെങ്കിൽ വീട്ടുകാരെ വിട്ടിട്ട് അവൾ മാറി നിൽക്കുന്നത് ഒരിടത്തോട്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്തോ അങ്ങനെയൊക്കെ ഓർത്തിട്ട് ശരിക്കും ഇപ്പോഴേ സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ആരോഗ്യമില്ല, ഒരു വക കഴിക്കത്തേ ഇല്ല. എന്തെങ്കിലും ചില ദിവസങ്ങളിൽ നല്ല കഴിക്കും, എന്നാൽ ഒരു ദിവസം കഴിച്ചാൽ ഒരു 2-3 ദിവസം പിന്നെ കഴിപ്പേ കാണത്തില്ല. അങ്ങനെയാണ് ഈ ഒരു കൊച്ച്. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, നീ വല്ലതും കഴിച്ചെന്ന് നന്നാവണേ, ഇനി അവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരാനുള്ളതാണ്, ഞങ്ങളാരും ഇനി അങ്ങോട്ട് വരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുപ്പായിരുന്നു ഞങ്ങൾ മാറി മാറിയിരുന്ന്. പിന്നെ ഇത് ഞാൻ പൊങ്കാലയ്ക്ക് കൊടുത്ത സാരിയാണേ. ഇത് സംഗി വേണമെന്ന് പറഞ്ഞു. അവൾക്കവിടെ എന്തോ ഫാഷൻ ഷോയോ അങ്ങനെ എന്തൊക്കെയോ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് എന്തോ സെറ്റിൻ്റെ എന്തെങ്കിലും വേണമെന്നാണ് പറഞ്ഞത്. അപ്പം സെറ്റിൻ്റെ സാരിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അവൾക്ക് അവിടെ ഉടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ ചായയൊക്കെ ഇട്ടിട്ട് മിച്ചറൊക്കെ ആയിട്ട് കൊണ്ടു തന്നേ. ഈ മിച്ചർ അന്ന് മധുരയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അടിപൊളി മിച്ചറാണ്. പക്ഷേ എനിക്കിതിൻ്റെ മഞ്ഞയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇതൊരു ചുവന്ന കളറിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇതും കൊള്ളായിരുന്നു. പക്ഷെ മറ്റേതാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതാ കുഞ്ഞൻ വന്നിട്ടുണ്ട്. കുഞ്ഞിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. ശാലുവിൻ്റെ പാക്കിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സംഗി പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾക്കും കൊണ്ടുപോകണമല്ലോ. 2 പേരും നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് പോകുന്നത്. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാക്ക് ചെയ്ത് വെക്കുമായിരുന്നു. സംഗി ഒരു ബാഗേ കൊണ്ടുവന്നുള്ളൂ. അതിനകത്ത് കൊള്ളാവുന്ന ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അവിടുന്ന് കുറേ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കുറേ അങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട്. ഡ്രസ്സുകളൊക്കെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രിയിൽ ഞങ്ങൾക്ക് കഞ്ഞിയായിരുന്നു. എനിക്ക് കഞ്ഞിയല്ല കേട്ടോ, അവർക്ക് കഞ്ഞി
കഞ്ഞിയായിരുന്നു, കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു. എന്തുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം, കഞ്ഞി അമ്മ വലിയ പാടില്ലല്ലോ, ഇച്ചിരി ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ ആയിരുന്നു. എനിക്കാണെങ്കിൽ റാഗി കുറുക്കിയതായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ മധുരമില്ലാതെ കഴിക്കാൻ ഒട്ടും കൊള്ളില്ല, എന്തോ പോലെ ഇരിക്കായിരുന്നു. എനിക്ക് സങ്കടമൊക്കെ വരികയായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് കുടിച്ച് എനിക്ക് ഇത്രയും വേണ്ട, അമ്മയാണെങ്കിൽ കുറേ അങ്ങ് ഉണ്ടാക്കി വെക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് എന്തായാലും കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മുടെ ഡ്രസ്സൊക്കെ മടക്കാനുള്ളതാണ് കേട്ടോ ഇവിടെ ഇട്ടേക്കുന്നത്. കഴുകി ഇത് ഉണങ്ങാത്തതുകൊണ്ട് അവിടെ ഒരു അയ കെട്ടി അങ്ങോട്ടെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. എല്ലാവരും നാളെ പോവും. അത് കഴിയുമ്പോൾ പിന്നെ ആകെ ഞാനും അമ്മയും കുഞ്ഞിനും മാത്രമാവും. പിന്നെ ജാസിൻ്റെ കേട്ടോ അനിയത്തി ഉണ്ട്, അവൾ 2-3 ദിവസം കഴിഞ്ഞിട്ടേക്കേ പോകത്തുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെയും ഞങ്ങൾ ഒറ്റയ്ക്കാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ.